ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഈ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന് 33-ാം വാക്യം. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ ഞാൻ അനേകായിരങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ചു. എന്നാൽ എൻ്റെ പട്ടാളത്തിൻ്റെ തീക്ഷ്ണത ക്രിസ്തീയ സ്നേഹത്തോട് തുലനം ചെയ്യുന്ന എൻ്റെ കുറ്റം കർത്താവ് ക്ഷമിക്കട്ടെ. എൻ്റെ സാന്നിധ്യവും നോട്ടവും ശബ്ദവും കൽപ്പനയും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യേകതരമായ അഗ്നി കത്തിച്ചു. ആളുകളെ ഉത്തേജിപ്പിക്കുവാനുള്ള അസാധാരണ കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അത് മറ്റൊരാൾക്ക് പകരുവാൻ എനിക്ക് കഴിവില്ല. എൻ്റെ ജനറൽമാരിൽ ആരും തന്നെ എന്നിൽ നിന്നും അത് പഠിച്ചിട്ടുമില്ല. അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ പേര് ആഴത്തിൽ എഴുതുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞാനിപ്പോൾ സെൻറ്റ് ഹെലിനയിലാണ് തനിച്ചായിരിക്കുന്നത്, ബന്ധിതനായി കഴിയുന്നു. ഇപ്പോൾ ആര് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കും? എൻ്റെ ഈ സങ്കടത്തിൽ എന്നോട് പങ്കുചേരുവാൻ ആരുണ്ടാകും? എന്നെ ആരോർക്കും? യൂറോപ്പിൽ എൻ്റെ കൂടെ നിൽപ്പാൻ ആരുണ്ട്? എന്നോട് വിശ്വസ്തത പാലിക്കാൻ ആരുണ്ട്? എൻ്റെ സ്നേഹിത വൃന്ദം എവിടെ? നിങ്ങൾ 2-3 പേർ എന്നോട് ചെറിയ അളവിൽ വിശ്വസ്തരാണ്. എൻ്റെ നാടുകടത്തലിൽ സഹതപിക്കുന്നു. അതെ, കൈസർക്കും അലക്സാണ്ടർക്കും എനിക്കും ഇതുതന്നെ സംഭവിച്ചു. ഞങ്ങളെ ലോകം വിസ്മരിച്ചു കളയുന്നു. ജേതാവും ചക്രവർത്തിയുമായവൻ്റെ ജീവചരിത്രം ഒരധ്യയന വിഷയമായി മാറുന്നു. ഞങ്ങളുടെ വീരപരാക്രമങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. കോളേജിലെ പ്രധാന പീഠത്തിൽ അധ്യാപകർ ഞങ്ങളെ നിരൂപണം ചെയ്യുന്നു. ഞങ്ങളെ താറടിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഈ വലിയ സങ്കടാവസ്ഥയും ക്രിസ്തുവിൻ്റെ നിത്യരാജ്യവും തമ്മിൽ എന്തോ ഒരന്തരം. അവൻ്റെ രാജ്യം പ്രസംഗിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു, അവൻ ആരാധിക്കപ്പെടുന്നു. അത് ലോക വ്യാപകമായി തീരുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കുവാനായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ സാധ്യമായിട്ടുണ്ടോ? നമ്മളുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സഭാജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, ഇതിലൂടെയൊക്കെ വചനത്താൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനായി സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം യഥാർത്ഥമായി ക്രിസ്തീയത മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന അനുഭവമുള്ളതായി തീരുന്നത്. അപ്രകാരം ക്രിസ്തീയ മൂല്യം ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ വചനത്തോട് കൂടുതൽ അനുരൂപപ്പെടുവാനും കർത്താവിൻ്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെടുവാനും ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന എഴുതപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വചനം ഞങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും ഞങ്ങളുടെ സഭാജീവിതത്തിലും ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവമേ, അങ്ങയുടെ ഭാവം ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ സ്വാധീനിക്കുവാൻ, മറ്റുള്ളവരെ അതിന് കർത്താവെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.